ഭർത്താവും മകൻ വീട്ടിലില്ല. തനിയെ ജീവിക്കാൻ പറ്റുമോ? കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? ആ കൂട്ടിന് ഒരാൾ വന്നു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമായല്ലോ. എന്തായാലും ഇന്ന് വാണി എഴുതിയിരിക്കുന്നൊരു മെല്ലെ കിടക്കാം. മാഡം, എൻ്റെ പേര് വാണി. യഥാർത്ഥ പേരല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ദേ ഇപ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയത്. ഏകദേശം 6 മാസമായി കാണും. അപ്പോൾ നാട്ടിൽ ഞാൻ തനിയായി. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ 2-3 വർഷത്തിന് മുമ്പ് മരിക്കുകയും ചെയ്തു. അങ്ങനെയായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി മോൻ അങ്ങ് നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? തനിയെ ജീവിക്കാൻ നിനക്കറിയാം. എന്നാൽ എനിക്കൊരു പേടിയുണ്ട്. ആരെങ്കിലും വേണ്ടേ? ഇവിടെ അടുത്ത് പോകും. ആരാ ചേട്ടാ രാത്രി വന്ന് കൂട്ടുകിടക്കാൻ? എല്ലാവരും വലിയ വലിയ ആൾക്കാരല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, ആരെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന്. ഹസ്ബൻഡ് തിരക്കി നോക്കി. പക്ഷേ എല്ലാവരും നല്ല തുകകളാണ് ചോദിക്കുന്നത്. അതോടുകൂടി പുള്ളി ആ പ്ലാനിങ് മാറ്റിവെച്ചു. സ്വതവേ പിശുക്കനാണല്ലോ. എന്നോട് പറഞ്ഞു, എടി പ്രശ്നമുണ്ട്, നല്ല തുകയാകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഞാൻ വേറൊരു വഴി പറയാം. എന്താ? നമ്മുടെ മോൻ്റെ കൂട്ടുകാരൻ കിരണില്ലേ, അവൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും ഒക്കെയല്ലേ. മിക്കവാറും ദിവസങ്ങളിൽ അവൻ മോൻ്റെ കൂടെ വന്ന് വീട്ടിൽ നിൽക്കില്ലായിരുന്നോ? വീട്ടിലേക്ക് പോകാൻ മടിയാണെന്നല്ലേ പറഞ്ഞത്. അവൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കില്ലേ. എന്തായാലും അവൻ നാട്ടിലുണ്ടോയെന്ന് നീ ഒന്ന് അന്വേഷിക്ക്. ഉണ്ട് ചേട്ടാ, അവൻ പകലൊക്കെ ഇവിടെ വരാറുണ്ട്. ആ എങ്കിൽ പിന്നെ എന്താടി, രാത്രി അവൻ വന്നോട്ടെ. അവൻ അവിടെ കിടക്കാൻ പറ, അവനങ്ങ് താമസിക്കാൻ പറ അവിടെ. രാത്രിയിൽ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആണൊരുത്തിനല്ലേ. ഒന്ന് പോ ചേട്ടാ. അവനെ വിളിച്ച് ഞാൻ അവിടെ കിടത്തി കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ എന്തോ പറയും. എന്ത് പറയാനാണ്? നമ്മുടെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടന് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ആർക്കടി കുഴപ്പം? നാട്ടുകാർക്കോ? നീ നിന്റെ കാര്യം നോക്ക്. അവനോട് ചോദിര്, രാത്രിയിൽ ഇവിടെ വന്ന് കിടക്കാവോന്ന്. ഞാൻ പറഞ്ഞു ചോദിക്കുക, അവന് സന്തോഷമായിരിക്കും. കാര്യം അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ വന്ന് എന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ലേ. എൻ്റെ മോൻ്റെ അടുത്ത കൂട്ടുകാരനാണ് കിരൺ. പിന്നെ പകൽ സമയത്ത് ചിലപ്പോൾ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്, TV കാണാറുണ്ട്, എന്നെ സഹായിക്കാറുണ്ട്. അവരുടെ വീട്ടിൽ പണത്തിന് കുറവൊന്നുമില്ലെങ്കിലും അച്ഛൻ ഭയങ്കര പ്രശ്നമാണ്. അവൻ ആ വീട്ടിൽ ജീവിക്കുന്നതേ അത്ര ഇഷ്ടമല്ല. പിന്നെ അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഇവനോടാണ് ഗുസ്തി ബഹളമൊക്കെ. അതവൻ എപ്പോഴും പറയാറുണ്ട്. ആ സമയത്തൊക്കെ അവനിവിടെ നിന്ന് എൻ്റെ മോൻ്റെ കൂടെ കിടക്കാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്കത്തിരി പുതുമയൊന്നുമല്ല. കിരണിനോട് ചോദിച്ചപ്പോൾ അവൻ സന്തോഷവും, അതെന്താ ആൻറ്റി, ഞാൻ എന്നും വന്ന് കിടന്നോളാം. എങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അച്ഛനോട് എക്സ്ക്യൂസ് പറയാമല്ലോ എന്ന് പറഞ്ഞു. അത് ഓക്കെ. പിന്നെ ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു, എടാ ഇതുപോലെ കിരണിനെ ഇവിടെ കിടത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ എനിക്കൊരു കൂട്ടാകുന്നു. അതിനെന്താ അമ്മേ, അവൻ എൻ്റെ റൂം യൂസ് ചെയ്തോട്ടെ. അവൻ്റെ അടുത്ത ഫ്രണ്ടല്ലേ, അവൻ വേണമെങ്കിൽ ആ വീട്ടിൽ താമസിച്ചോട്ടെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എടാ എന്നാലും നീ എൻ്റെ മോനാണ്. അതുപോലല്ലോ അവൻ. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ? ആ നാട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു കാര്യം ചെയ്യേ, നാട്ടുകാരോട് തിരിച്ച് മറുപടി പറഞ്ഞു. അവനെന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്കുറപ്പാണ്. പിന്നെ അമ്മ എപ്പോഴും പറയാറില്ലേ അവനൊരു പാവമാണെന്ന്. പിന്നെ ഇപ്പം എന്തിനാ അമ്മ ഇത്രയും സംശയിക്കുന്നേ? കാലം ഇങ്ങനെയല്ല മോനെ, എനിക്ക് പേടിയാ. അപ്പോൾ അവനോട് പറഞ്ഞു, പിന്നെ അമ്മ ചെറുപ്പക്കാരിയാണല്ലോ, പേടിക്കാൻ. അമ്മ ആരും പിടിച്ചിരുന്നൊന്നുമില്ല. അമ്മ അവനെ വിളിച്ച് കിടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് കിരൺ മോൻ എന്നും എനിക്ക് കൂട്ടിന് വരാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ മോനെ പോലെയല്ല, കുറച്ച് പതിഞ്ഞ സ്വഭാവമാണെങ്കിലും കണ്ടാൽ സൂപ്പർ സുന്ദരനാണ്. എൻ്റെ മോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ സൗന്ദര്യം കണ്ട് പല പെണ്ണുങ്ങളും എൻ്റെ പുറകെ പോകും. പക്ഷേ ഇവൻ മൈൻഡ് ചെയ്യില്ലമ്മ. ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോനോട് തർക്കിച്ചു. ആഹാ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യടാ അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് അവൻ രാത്രി കാലങ്ങളിൽ തനിയെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. നല്ല അടക്കവും ഒതുക്കവും ഉണ്ട്. പഠിത്തമാണ് കൂടുതൽ ടൈമിലും. പിന്നെ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുള്ള ഒരു സ്ട്രക്ചറുമാണ്. എന്തായാലും ക്യൂട്ടായിട്ടുള്ളൊരു പയ്യനാണ് അവൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിഷ്ടം തോന്നുമല്ലോ. പിന്നെ അവൻ എന്നെ അടുക്കളയിൽ സഹായിക്കുകയും ചെയ്യും. ചപ്പാത്തിയും അപ്പമൊക്കെ അവൻ നന്നായി ഉണ്ടാക്കും. അവൻ്റെ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പലപ്പോഴും അവൻ തനിയെ പാചകം ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ മോനും ഭർത്താവാണെങ്കിൽ അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ആദ്യമൊക്കെ ഞാൻ കിരണിനോട് പറഞ്ഞു, മോനെ അടുക്കളയിൽ വരണ്ടാന്ന്. പക്ഷേ അവൻ എന്നെ സഹായിക്കാനാണ് വന്നതാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകൊണ്ട് തന്നെ അവനോട് പണ്ടത്തേനേക്കാൾ ആത്മാർത്ഥം തോന്നി. എൻ്റെ മകനേക്കാൾ കൂടുതൽ അടുപ്പം എനിക്ക് തോന്നി. കാര്യം അവൻ ഒത്തിരി സഹായമുള്ള ആളായിരുന്നു. എനിക്ക് ചെയ്യേണ്ട പല ജോലികളും അവൻ ചെയ്യും. ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോനെ ഞാൻ ഇതുപോലെ
ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ എന്നോർത്തു. എന്തായാലും അവൻ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവനായി തീർന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചേച്ചി, അവരുടെ പേര് മിനി എന്നാണേ, എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അടുത്ത കൂട്ടുകാരെയൊക്കെ ആണെങ്കിൽ കൂടിയും അവർക്ക് ചൊറിച്ചിലിത്തിരി കൂടുതലാണ്. ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, എടി ചെക്കൻ വന്ന പിന്നെ നീ ആകെ തടിച്ചു കൊഴുത്ത് മിനിങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ തള്ളെ ഉദ്ദേശിക്കുന്നത്? ഇനി ഈ ഗോസിപ്പ് നിങ്ങളായിരിക്കുമോ നാട്ടിൽ പരത്തുക? അപ്പോൾ അവർ പറഞ്ഞു, നീ തടി ചാടിത്തുള്ളുന്നത് ഞാനതല്ല ഉദ്ദേശിച്ചത്. നീയല്ലേ പറഞ്ഞത് ചെക്കൻ അപ്പം ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും എന്നൊക്കെ. നിനക്ക് ചപ്പാത്തി പരത്തി തരാനും പിന്നെ അപ്പം നല്ലപോലെ ചുട്ടുതരാനും ഒരാളുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? വീട്ടിൽ ഭർത്താക്കന്മാരും മക്കളും ഒന്നും സഹായിക്കുകയില്ല. നിനക്കിപ്പോൾ എന്തായാലും നല്ലൊരു സഹായം കിട്ടിയല്ലോ, അതുകൊണ്ട് നീ തടിച്ചു മിനുങ്ങി കൊഴുത്തല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ അപ്പം വേറെന്തെങ്കിലും കാര്യം ഓർത്ത് കാണും. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും വേറെ അർത്ഥങ്ങളാണല്ലോ ഇഷ്ടം. ഞാൻ പക്ഷേ അതൊന്നുമല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് നല്ലവൾ ചമഞ്ഞ് ചിരിച്ചു. ആ, ഞാൻ പറഞ്ഞു അപ്പം ചുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറെ വല്ലതും വിചാരിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ആ അതിനിപ്പോൾ എന്താടി, അപ്പം ചുടുന്നതിൻ്റെ കൂട്ടത്തിൽ കോലിട്ട ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അപ്പം നന്നായി പാകമായി കിട്ടും, അത്രയേ ഉള്ളൂ. അതിന് ചേച്ചി അപ്പം ആരും തിരിച്ചിടാറില്ലല്ലോ. ആ, തിരിച്ചിടേണ്ടി വരുന്ന സമയത്ത് തിരിച്ചിട്ടല്ലേ പറ്റുകയുള്ളൂ മോളെ. തിരിഞ്ഞും മറിഞ്ഞും കളിയാടി രസിക്കാനുള്ളതല്ലേടി ജീവിതം. അപ്പോൾ നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞതൊക്കെ? നിങ്ങൾ 10 പേരോട് ഇത് പറഞ്ഞ് കുളമാക്കും. അപ്പോൾ അവർ പറയുകയാണ്, പിന്നെ ഞാനതൊന്നും പറഞ്ഞ് കുളമാക്കേണ്ട കാര്യമില്ല, എല്ലാവരും പറയുന്നുണ്ട് നീ വേറെന്തോ ഉദ്ദേശത്തിലാണ് ചെക്കനോട് താമസിപ്പിച്ചിരിക്കുന്നതെന്നും. വേറെ പെണ്ണുങ്ങളെയൊക്കെ കിട്ടില്ലായിരുന്നോ? എന്തിനാണ് ഈ കിളുന്ന പയ്യനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? എല്ലാവർക്കും സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, ആ ചേച്ചിക്ക് സംശയമുണ്ടല്ലോ, ആ സംശയം ഇപ്പോൾ ഞാനങ്ങ് തീർത്തേക്കാം. ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നും വൈകിട്ട് ഇവിടെ അപ്പവും കറിയുമാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കും. ചേച്ചിക്ക് സമാധാനമായോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വന്നപ്പോഴേക്കും നീ എന്തിനാ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടാലും കേട്ടാലും ഞാൻ ആരോടൊന്നും പറയാനും പോകുന്നില്ല. നീയായി നിൻ്റെ പാടായി. ആ, പിന്നെ നിന്നെ തെറ്റി പറയാൻ പറ്റില്ല. ഭർത്താവ് ഗൾഫിലല്ലേ, രണ്ടാമതൊരു കുട്ടി ഇത്രയും വർഷമായിട്ടും ഉണ്ടായിട്ടില്ല. അവനെന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് അങ്ങ് പോയി. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇനി ഇവിടെ ഗോസിപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇവർ തന്നെയാകും ഫസ്റ്റ് തുടങ്ങാമെന്ന് എനിക്കറിയാം. എന്തായാലും ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ അത് കാര്യമാക്കണ്ട, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ നമുക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാത്തത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം. ഈ നാട്ടുകാർ പറഞ്ഞതായിരിക്കുമല്ലോ അവരും പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് പിന്നെ നിനക്കറിയരുതോ, എനിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിന്നോട് എനിക്കിപ്പോഴും ഇഷ്ടം കൂടുതലുള്ളത് എന്താണെന്നറിയാമോ? എൻ്റെ കുഴപ്പങ്ങളൊക്കെ നീ സഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? കുട്ടികളുണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെന്നല്ലേ ഉള്ളൂ. അത് ശരിയാണ്, എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കും അറിയാം, കാരണം നമ്മളത് ടെസ്റ്റ് ചെയ്തല്ലേ. ഓ, അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഒരു കുഞ്ഞു മതിയെന്നും. ആ, എന്തായാലും എനിക്ക് കുഴപ്പമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈയിടെയായിട്ട് ഞാൻ വരുമ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലല്ലേ ഞാൻ പെരുമാറുന്നത്? ഒരിക്കൽ പോലും നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ഷുഗറുണ്ട്, ആ സമയത്തൊട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല ആ കാര്യത്തിൽ. പണ്ടൊരു വട്ടം നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, നമ്മൾ തമ്മിൽ അകൽച്ചയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ലെന്ന്. അതാണ് പറഞ്ഞത്. മറ്റ് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റിപ്പോകാൻ നോക്കും. നിനക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും നിന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല, നിനക്ക് ആക്ച്വലി ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണോ? അതെന്താ മനുഷ്യ 20 വർഷത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്? അല്ല, നീ പറ. ഞാൻ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചിട്ട് ഒന്നും ചർച്ച ചെയ്യാറില്ല എന്ന് നിനക്കറിയാമല്ലോ. ഈ അടുത്ത കാലത്താണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് പണ്ടേ വലിയ ചമ്മലാണ്. ആ, അത് ശരിയാ. പക്ഷെ എന്ന് വെച്ചിട്ട് തുടക്ക സമയത്ത് നിങ്ങൾക്ക് സംസാരമൊന്നുമില്ലായിരുന്നു, എല്ലാ ആക്ഷനല്ലേ. എടീ, നീ വെറുതെ എന്നെ അത് ഓർമ്മിപ്പിക്കരുതേ, എനിക്ക് വിഷമം വരും. ഇപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും വയ്യല്ലോ. കുഴപ്പമില്ല, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. അപ്പോൾ നീ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? എത്രയോ വർഷമായി നിങ്ങളോട് പറയുന്നു ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഇങ്ങി വാ, ഗൾഫിൽ കിടക്കണ്ട, നിങ്ങൾക്കപ്പം അവിടെ നിൽക്കണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കവിടെ വേറെന്തോ സെറ്റപ്പ് ഉണ്ടെന്നാണ്. ഒന്ന് പോടി, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചികിത്സിച്ച് നേരെയാക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിനക്ക് ഇപ്പോഴും നല്ല ആഗ്രഹമുണ്ട്. അത് പിന്നെ ഏത് പെണ്ണിന് ആഗ്രഹമില്ലാത്തതും സ്വന്തം ഭർത്താവ് നന്നായി പെരുമാറണമെന്ന്?
എന്തുദ്ദേശിച്ചാ നിങ്ങൾ ഈ പറഞ്ഞത്? എന്താ നിങ്ങളെ പ്രശ്നം എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കിടന്നിളകാതിരിക്കുക. പക്ഷേ ആ സ്ത്രീ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണ്? എന്തെങ്കിലും ഇക്കിൾ ടൈപ്പാണോടി? ഏയ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ സംശയിക്കുകയാണോ? അല്ല, നീ പറ. ഓ, അവൻ നമ്മുടെ മോനേക്കാൾ എത്രയോ പാവമാണ്, ഒരു പാവം പയ്യനും. പക്ഷേ നമ്മുടെ മോനാണ് ഈ സ്ഥാനത്തെങ്കിൽ പറയാൻ പറ്റില്ല. കാര്യം ചെക്കൻ ഇത്തിരി വഷളാണ്, പ്രേമവും അതും ഇതുമൊക്കെ ഇപ്പോഴും അവനുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഈ ചെക്കൻ പഞ്ചപാവമാണെന്നാണോ? കുഴപ്പമില്ല, പഞ്ചപാവമാണെന്നൊന്നും എനിക്കറിയില്ല. എടി, നിനക്കൊരു സംഭവം അറിയാമോ? ഒരു വട്ടം ലീവിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചെക്കൻ നമ്മുടെ മോൻ്റെ മുറിയിലുണ്ടായിരുന്നല്ലോ. ആ, അതിന് അന്ന് എൻ്റെ അനിയത്തി നിൻ്റെ നാത്തൂനോടെ വന്നിട്ടില്ലായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അവൾ ഈ ചെക്കനെ വളയ്ക്കാൻ നോക്കി. നിങ്ങൾ എന്തായി പറഞ്ഞത്? അതേടി, ആ ചെക്കനുമായിട്ട് അവൾ കൂടുതൽ അടുക്കുന്നതും ചേർന്നിരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. അന്ന് ഞാൻ അവളെ വാൺ ചെയ്തതാണ്. അവിടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഭർത്താവ് ഉണ്ടായിട്ട് അവൾക്കൊരു കാര്യമില്ല. മെനക്കെട്ട ടൈപ്പാണ്. ചെറുപ്പക്കാരോടാണ് താല്പര്യം. നിനക്കറിയാമോ, കഴിഞ്ഞ മാസം തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവൻ രാത്രി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ആരും ഇറങ്ങിപ്പോകുന്നു. ആരായിരുന്നു അത്? ഞാനങ്ങനെ അറിയാനാണ്? അളിയൻ എന്നെ വിളിച്ചു. എന്നിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു. ഞാൻ അവളെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു. അടങ്ങി ഒതുങ്ങി ഇനിയെങ്കിലും നടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എത്രയ്ക്കെന്ന് വെച്ചാൽ വാൺ ചെയ്യുന്നത്? ഞാൻ തന്നെ പലതും കണ്ടു. അപ്പോൾ ഈ ചെക്കനോട് അവൾക്ക് നല്ല അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന രൂപമൊക്കെയാണ് അവൻ്റേത്. അത് ശരിയാണ്, ഇവൻ സുന്ദരം പയ്യനല്ലേ. പിന്നെ നമ്മുടെ മോന് 10 പ്രേമം ഉണ്ടാകണമെങ്കിൽ ഇവന് 150 പ്രേമം ഉണ്ടാകാനുള്ള ഗ്ലാമറുണ്ട്. അത് ശരിയാ. പക്ഷേ നിങ്ങളുടെ പെങ്ങള് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എങ്ങനെയാടി പറയുക? എനിക്കൊരു നാണക്കേടില്ലേ? സാധാരണ നിങ്ങൾ എന്നോടെല്ലാം പറയാറുള്ളതല്ലേ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ ഒളിച്ചു വെച്ചത്? നീ ഒന്ന് അടങ്ങ്. അവൾ പറഞ്ഞത് അവിടെ ആരാ വന്നിട്ട് പോയെന്ന് അവൾക്കറിയില്ലെന്നാണ് പറഞ്ഞത്. കള്ളി, അവൾ വിളിച്ചു വരുത്തിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതായിരിക്കും 100% ഉറപ്പല്ലേ? അവളോട് ചോദിച്ചിട്ട് അവൾ സമ്മതിക്കുന്നില്ല. പിന്നെന്ത് പറയാനാണ്? സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ നാറ്റിക്കണം. ശരി, അല്ല നിങ്ങളിതൊക്കെ വിസ്തരിച്ച് പറയാൻ എന്താ കാരണം? വീട്ടിലെ കാര്യങ്ങളൊന്നും പറയില്ലെന്നാണല്ലോ വയ്പ്പ്. അതല്ലടി എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഞാൻ വരുമ്പോൾ നിനക്ക് വിശ്രമം, അല്ലാത്ത സമയത്തും വിശ്രമം. ഞാനിപ്പോൾ ഓർക്കുന്നത് എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നുന്നു. ഇപ്പോൾ നാട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് യഥാർത്ഥമാക്കിയാൽ എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. എടി, എന്തായാലും ചെക്കൻ അവിടെയുണ്ട്. അവനാണെങ്കിൽ നല്ല സ്വഭാവമുള്ളൊരു പയ്യനും സേഫാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒന്നുമില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ നിനക്ക് നല്ലൊരവസരമാണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ വരുമ്പോഴും നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആ ശരി, നിനക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ചെക്കനുമായിട്ട് കൂടുതൽ അടുക്ക്. എന്നിട്ട് നമ്മൾ പണ്ട് ആദ്യകാലത്ത് നടന്ന പോലെ നീ ഒന്ന് വിചാരിക്ക്. റൊമാൻറ്റിക്കായുള്ള പല കാര്യങ്ങളും ഉണ്ടാകട്ടെ. നീ എന്നിട്ട് എനിക്കതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തയച്ചു തരുമോ? നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് വട്ട് പിടിച്ചോ അതോ നിങ്ങളെന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ? അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യമായും എനിക്ക് യാതൊരു വിധത്തിലുള്ള പോസിറ്റീവ്നെസ്സും ഇല്ല. എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു. നിങ്ങൾക്ക് പക്ഷേ ഒന്നും വർക്കൗട്ട് ആകില്ലെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ, വർക്കൗട്ട് ആകുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടടി. വിചിത്രമായ കാര്യങ്ങളാകുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കെന്തോ വലിയ കുഴപ്പമുണ്ട്. നിങ്ങൾ എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മറയ്ക്കുന്നൊന്നുമില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് നീ നല്ല രീതിയിൽ ജീവിക്കണം. അതിന് ആ ചെക്കൻ ഉപകരിക്കും. ഇപ്പം പുറത്തുള്ള ഒരാളാണെങ്കിൽ ഒട്ടും സേഫ് അല്ല. ഈ ചെക്കനാണെങ്കിൽ പതിഞ്ഞ സ്വഭാവമാണെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ കന്നി പയ്യൻ തന്നെയായിരിക്കും. അങ്ങനെയുള്ള പയ്യന്മാർ സേഫായിരിക്കും. ഞാൻ ഓർക്കുന്നത് എൻ്റെ പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടോ നിൻ്റെ കഴിഞ്ഞ 5 വർഷം നന്നായി നഷ്ടപ്പെട്ടു. അതൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരവസരമാണ്. നിങ്ങളെന്നെ വെറുതെ തള്ളിവിടുകയാണോ? തള്ളിവിടുകയല്ല, ഞാൻ പൂർണ്ണ സമ്മതത്തോടുകൂടെ പറഞ്ഞത്. ഞാൻ നിന്നോട് ഒരു വഴക്കുണ്ടാക്കില്ല. ഇതിൻ്റെ പേരിൽ നമ്മൾ ഭാവിയിൽ തർക്കിക്കില്ല. നമുക്ക് 2 പേർക്കും അറിയാവുന്ന നമ്മുടെ മാത്രമായ ഒരു രസമായിരിക്കും. അതുകൊണ്ട് നീ പതുക്കെ വളയ്ക്കാനും ഒടിക്കാനും നോക്കൂ. നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമാണിത്. വീഡിയോ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരണേ മോളെ. നിങ്ങൾ കുടിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഞാൻ കുടിച്ചിട്ടൊന്നുമല്ല. നീ അവസരം മുതലെടുത്താൽ നിനക്ക് കൊള്ളാം. എനിക്കൊന്നും പറയാനില്ല.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനിത് പറഞ്ഞു, നീ ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കുകയും എനിക്ക് വീഡിയോയും ഫോട്ടോയും അയച്ചു തരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി പിണങ്ങുമെന്ന്. നിങ്ങൾക്ക് എന്താ മനുഷ്യ, വീഡിയോയും ഫോട്ടോയും നിങ്ങൾക്ക് വട്ട് പിടിച്ചോ? ആ വട്ട് പിടിച്ചു. നീ ആ വട്ടിന് കൂട്ടു നിൽക്കുമോ ഭാര്യയെ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഭർത്താവ്, എടി ഇന്ന് നീ ട്രൈ ചെയ്തോ, നാളെ നീ ട്രൈ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങേർക്ക് എത്ര ഇളക്കാണെങ്കിൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി. അന്ന് രാത്രി ചപ്പാത്തി പരത്തുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, എടാ അപ്പുറത്തെ മിനി ചേച്ചി നമ്മളെ രണ്ടുപേരും ചേർത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചിരിച്ചു. അത് പിന്നെ അങ്ങനല്ലേ പറയുകയുള്ളൂ, അമ്മയും മകനുമാണ് എന്നൊന്നും ആരും ചിന്തിക്കില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞു, ആൻറ്റി ഒരു സുന്ദരിയാണ്, അവരടുത്ത് പോയി താമസിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. അതേത് കൂട്ടുകാരനാടാ പറഞ്ഞത്? എൻ്റെ 2-3 കൂട്ടുകാർ പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനും പറഞ്ഞു, നീ ഇപ്പം ശരിക്കും അവരുടെ വീട്ടിൽ പോയി എന്നും താമസിക്കുന്നത് എന്നിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണോ അതോ വേറെ വല്ലതോ ആണോ എന്ന്. ആഹാ, നിൻ്റെ അച്ഛന് സംശയമുണ്ടോ? പിന്നെ അങ്ങേരും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നീ എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് അമ്മയെ പോലെയാണ്, ആൻറ്റി അമ്മ അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്താണെന്ന് പറഞ്ഞു. അതേതായാലും കാര്യമായി. നീ പിടിച്ചു നിൽക്കാൻ മിടുക്കനാണല്ലോ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര സുന്ദരനാണ് നീ, നിൻ്റെ പുറകെ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുകയും ചെയ്യുന്നു, അതിലൊന്നും നീ വീഴുന്നുമില്ല എന്നാണല്ലോ എൻ്റെ മോൻ പറയുന്നത്. അത് ശരിയാ ആൻറ്റി, എനിക്കാണെങ്കിലേ ഈ ചെറുപ്പക്കാരോടൊന്നും യാതൊരു താല്പര്യം തോന്നില്ല. അപ്പം നിനക്ക് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഇഷ്ടമല്ല? അപ്പം നിനക്ക് ഏത് പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ അവൻ്റെ ദേഹത്ത് ഒന്ന് പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു, സത്യം പറടാ, നിനക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ ഇഷ്ടം? എൻ്റെ പ്രായം നിനക്ക് ഇഷ്ടമാണോ? അവനപ്പോൾ തറയിലേക്ക് നോക്കിയിരിക്കുന്നു, മറുപടിയില്ല. പിന്നെയും ഞാൻ ചേർന്ന് നിന്നു. സത്യം പറ, എൻ്റെ പ്രായത്തിലുള്ളവരെ നിനക്കിഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കണ്ണുകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചാൽ പോരാ, വ്യക്തമായിട്ടൊരു ആൻസർ പറയണം. എൻ്റെ പ്രായം നിനക്കിഷ്ടമാണോന്ന്. അപ്പോൾ അവനോട് ചോദിച്ചു, അല്ല ആൻറ്റിയുടെ പ്രായമുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ ഞാൻ പറയാം, എനിക്ക് ആൻറ്റിയുടെ പ്രായമുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. ആഹാ, നീ മിടുക്കനാണല്ലോ. അത് പോട്ടെ, ഞാനിപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നു, നിനക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതെന്താണ് നിനക്ക് തോന്നാത്തേ? എൻ്റെ പ്രായത്തിലുള്ളവരെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിനക്കൊന്നും തോന്നുമില്ല. അതെന്തോ വലിയ കള്ളത്തരമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ടീഷർട്ടിൽ പിടിച്ച് ഒന്നുകൂടെ നുലച്ചു. നീ സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. നിനക്ക് എന്നോട് 1%, ഒരു 0.1% താല്പര്യമെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇപ്പം പറയണം. എന്തിനാ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണോ? അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ എന്തിനാ ഞാൻ ഇറക്കി വിടുന്നത്? നിന്നെ ഞാനെന്നും ചേർത്ത് നിർത്തുകയുള്ളത് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, ആ കൂടി മാഡം ചില വീഡിയോയിൽ പറയില്ലേ, എനിക്ക് ഹാരളകി. ഞാൻ അവനോട് ചേർന്ന് നിന്ന് ചോദിച്ചു, സത്യം പറ, നിനക്ക് 1% താല്പര്യം എന്നോട് തോന്നിയിട്ടുണ്ടോ? പറയൂ മോനെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി അടുത്ത് ചെന്നു. അവൻ ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ ശ്വാസം ഉയർന്നു താഴുന്നത് എനിക്ക് കാണാം. ഞാനപ്പം അവനെ വെറുതെ ചേർത്ത് പിടിച്ചു. നീ എന്നോടൊന്ന് പറയൂ. അത് കഴിഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാതായപ്പോഴേക്കും അവനെ ഞാൻ ആശ്ലേഷിച്ചു. അവൻ്റെ വലത്തെ കൈ പിടിച്ച് ഞാൻ തന്നെ സഹായത്തോടു കൂടി ഒരു പോപ്പോ അടുപ്പിച്ചു. അപ്പോൾ അവൻ ഞെട്ടുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞു എന്നവന് മനസ്സിലായി. അപ്പോൾ ആൻറ്റിക്ക് പ്രശ്നമൊന്നുമില്ലേ എന്നവനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്. ഇനി നീ പറയൂ, എന്നെ നിനക്ക് ഇഷ്ടമുണ്ടോ? 1% അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, 101%. ഞാനപ്പോൾ പറഞ്ഞു, എങ്കിൽ പിന്നെ മടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? കടന്നു വരൂ, സമ്മർദ്ദം അതെനിക്ക് വേണം. നീ തുടങ്ങും മോനെ, നിനക്ക് നേരത്തെ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അനുഭവങ്ങളില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഞെട്ടരുത്. എന്താ? ചിലപ്പോഴൊക്കെ ഞാൻ അമ്മയെ ഓവറായി ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞെന്ന്. ആഹാ, അപ്പോൾ നിൻ്റെ മനസ്സിൽ കെട്ടുപിണഞ്ഞ ഒത്തിരി ചിന്തകളുണ്ട്. ആൻറ്റി, ആക്ച്വലി അത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ കണ്ണ് വല്ലാതെ പായും. പക്ഷേ ഇതൊന്നും ആർക്കും അറിയില്ല. ആദ്യമായിട്ടാണ് ആൻറ്റിയോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, നീ ആ ഭാഗത്തേക്ക് ഇനി അധികം പോകണ്ട.
കാര്യം നിനക്കിനി ഞാനുണ്ടല്ലോ. ആവശ്യമില്ലാതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിനക്ക് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണ്. അപ്പം ഇത് തെറ്റല്ലേ ആൻറ്റി? ഇത് തെറ്റല്ല. കാര്യം ഞാൻ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അനുവാദമുണ്ട്. എന്താ പറഞ്ഞത്? അങ്കിളാണ് നിന്നെ ഇവിടെ കൂട്ടുകിടത്താൻ സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അങ്കിള് കഴിഞ്ഞ ആഴ്ച എന്നോട് പറയുകയും ചെയ്തു, നീ നല്ലൊരു പെർഫെക്റ്റ് കുട്ടനാണ്. അങ്കിളിന് യാതൊരു പ്രശ്നവുമില്ല. അടുപ്പം അത് വളർത്തിയെടുക്കണം. അതുമാത്രമല്ല അങ്കിളിനവിടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു കൊടുക്കണമെന്ന്. അതെന്താ ആൻറ്റി? അതറിയത്തില്ല. അങ്ങേർക്ക് ക്രൈസീനസ് മോനെ. അത് നമുക്കൊരു ഗുണമാക്കി മാറ്റിക്കൂടെ? കുറച്ച് ഫോട്ടോയും ഒരു വീഡിയോയും. എന്തായാലും ഇനിയിപ്പോൾ നമുക്കത് ഒരു പ്രശ്നമല്ല. മോനൻ്റെ കൂടെ നിൽക്കോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി സമ്മതിക്കുകയാണെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ എന്തും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നേക്കാൾ പ്രശ്നം അല്ലെങ്കിലും ആൻറ്റിക്കല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാനെന്തിനു പേടിക്കണം? എങ്കിൽ നമുക്ക് ഇപ്പോൾ ചപ്പാത്തി കഴിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, പിന്നെ എപ്പോഴാണ്? നമുക്ക് പിന്നീട് അതുണ്ടാക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് രംഗപടം ഉയർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ ആനയിച്ചു. ചിക്കനല്ലേ, അവന് സ്റ്റാർട്ടിംഗ് ഡബിൾ കാണുമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ എനിക്കറിയില്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവൻ്റേത്. അതുമാത്രമല്ല എൻ്റെ അമ്മ പണ്ട് പറയും, പെരുമ്പാമ്പ് പതുങ്ങിക്കിടക്കും. നമ്മൾ ഓർക്കും ഒരനക്കമില്ലാത്ത ജീവിയാണെന്ന്. പക്ഷേ അതിൻ്റെ ശക്തി പിന്നീട് മനസ്സിലാകൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ സ്വപ്നം കണ്ടതിലും ഏറെ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. ഹസ്ബൻഡിന് ഉള്ള ഫോട്ടോസ് ആദ്യം തന്നെ എടുത്തു. ആദ്യത്തെ അസസ്മെൻറ്റിന് വേണ്ടി ഭർത്താവിന് അയച്ചു കൊടുത്തപ്പോൾ ഭർത്താവ് അഭിനന്ദിച്ചു. എൻ്റെ പൊന്നുമോളെ, വീഡിയോയിൽ പോലും ഇല്ലാത്ത സൗഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇവനൊരു പൊന്നുമുത്താണ്. എനിക്ക് സ്ഥിരമായ വീഡിയോയും ഫോട്ടോസും അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെയാണ് തുടങ്ങിയത്. ഇപ്പോൾ വളരെ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനചര്യയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ളത്. അനാവശ്യമായ ഏറ്റവും കൂടുതലുള്ള അടുപ്പം ഞങ്ങൾക്കിടയിലുണ്ട്. ഭർത്താവിന് അതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിന് വീഡിയോസും ഫോട്ടോസും മാത്രം മതി. ഈ ഒരു സംഭവം തുടങ്ങിയതിൽ പിന്നെ ഹസ്ബൻഡ് ലീവിന് വന്നിട്ടില്ല. ഫുൾ സപ്പോർട്ടാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ ഭർത്താവ് ഇത്രയും വിചിത്രമായി മാറിപ്പോയതും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതും എന്തിനാകാം? ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ മാഡം? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അറ്റ് പ്രസൻറ്റ് ഒരു കുഴപ്പമില്ലാതെ പോവുകയാണ്. എനിക്ക് സൗഭാഗ്യം തന്നെയാണ്. എന്നാലും ഭർത്താവ് വിചിത്രമായി പെരുമാറുമ്പോൾ എനിക്ക് സംശയങ്ങളും ഇടയ്ക്ക് തോന്നാറുണ്ട്. പുള്ളിക്കാരന് ശാരീരികമായ അവശതകളുണ്ടായി, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ ആ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ പുള്ളിയെ സ്നേഹിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു കൺസിഡറേഷനാ, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണല്ലോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും പണ്ട് തുറന്ന് പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല പുള്ളിയുടെ ആ ഒരു മൈൻഡ് സെറ്റപ്പ് മാറിപ്പോയി. കാഴ്ചകളൊക്കെ കാണണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പാണ്. കാര്യം പ്രവർത്തനക്ഷമം അല്ലെങ്കിലും മനസ്സ് പ്രവർത്തനക്ഷമമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു ഡൈവേർട്ട് ചെയ്ത് പോയി. അത് നോർമലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോർമലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇവിടെ ആർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ ഡെയിലി അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കത്തക്കതല്ല. അല്ലെങ്കിൽ ഇത് പിന്നീട് ആരെങ്കിലും അറിഞ്ഞാലോ അല്ലെങ്കിൽ മകൻ തന്നെ കണ്ടുപിടിച്ചാലോ എന്തായിരിക്കും ആ വീട്ടിലെ സിറ്റുവേഷൻ എന്നറിയില്ല. എങ്കിലും ഇത് പ്രശ്നങ്ങളില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലത്തേക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇമോഷണലി ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അനുഭവം നിങ്ങളത് മാനേജ് ചെയ്യുന്നു, അത്രേ പറയാനുള്ളൂ.